ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് ഹൈസം വ്ലോഗ് ഇന്ന് പുതിയൊരു ഹോം ടൂർ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അതിമനോഹരമായിട്ട് നിർമ്മിച്ചൊരു വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തൂരിലുള്ള സൈനുനീസ മുസ്തഫ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങളോട്ട് പോവില്ലേ. ഏകദേശം 12 സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. മുറ്റത്തായിട്ട് ഇതുപോലെ ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ അതിമനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള വലിയൊരു ഗ്ലാസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഡൈനിങ്ങിന്റെ പോർഷൻ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അങ്ങോട്ട് നല്ല നാച്ചുറൽ ലൈറ്റ്സും കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് വരാം. രണ്ട് ഭാഗത്ത് ഇതുപോലെ വലിയ പില്ലേഴ്സ് കൊടുത്തിട്ട് ഒരു ഭാഗത്തായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വുഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള 2 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സെൻട്രൽ ടാബിളും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ട് നമ്മുടെ സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അകത്തെ വിശേഷങ്ങൾ നോക്കില്ലേ. അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ഡോർ നോക്കാം. ഇതുപോലെ തേക്കിന്റെ വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് 2 ബ്ലാക്ക് ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് 100 രൂപ വരുന്ന മാർബിൾ ആണ് കേട്ടോ. ഡോർ തുറന്ന് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ വലതുവശത്തായിട്ടാണ് ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പൊ എത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ നല്ലൊരു അടിപൊളി കളർ തീമിലാണ് കേട്ടോ വരുന്നത്. സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലിവിംഗിന്റെ അറേഞ്ച്മെന്റ്സ്. വോളായിട്ട് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു 90,000 രൂപയാണ്. ഇനി നമുക്ക് വീടിന്റെ സ്ട്രക്ചർ ഒന്ന് കാണാം. ലിവിംഗ് ഏരിയ കണ്ടു കഴിഞ്ഞല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു പ്രെയർ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വലിയ ഗ്ലാസ് ഒക്കെ, അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് കേട്ടോ. ഫ്ലൂട്ടഡ് ഗ്ലാസ് പാർട്ടീഷൻ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗത്തായിട്ടും ഈ ഒരു സെയിം പാർട്ടീഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷൻ ചെയ്യാൻ ഏകദേശം ആയിട്ടുള്ളത് 20,000 രൂപയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഡൈനിങ് ഏരിയ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതേപോലെ ഒരു അടിപൊളി കളർ തീമിലാണ് അല്ലേ വരുന്നത്. ഇവിടെ ആയിട്ട് ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിൽ വലിയൊരു ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ കുഷ്യൻ വരുന്ന 8 ചെയേഴ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ടേബിളിന്റെയും സോഫിന്റെ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് റേറ്റ് പറയുന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ടോട്ടലി ഫർണിച്ചേഴ്സിനും കൂടി ആയിട്ടുള്ളത് ഏകദേശം ഒരു 5 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലാസ് വിൻഡോ കണ്ടില്ലേ. നല്ലോണം നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ ഫുൾ കർട്ടൺ ആണ് കേട്ടോ വരുന്നത്. ഷിയർ കർട്ടനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ഒക്കെയാണ് കർട്ടൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ വാഷ് ഏരിയ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ മിറർ വരുന്നുണ്ട്. LED ലൈറ്റിംഗ് ആണ് കേട്ടോ. താഴോട്ട് വരികയാണെങ്കിൽ ഇതേ നല്ല ഭംഗിയായിട്ട് വലിയൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ ഈ ഡൈനിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹോളിലോട്ട് നേരെ കയറി വരുന്ന സമയത്ത് തന്നെ വിസിബിൾ ആവുന്ന രീതിക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ലൊരു പ്രൈവസി ഉണ്ടാവൂലേ. അതേപോലെ തന്നെ പലരും കമന്റിലൊക്കെ പറയാറുണ്ട് ഡൈനിങ് ഏരിയ ഹോളിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന തരത്തിൽ തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അത് വൃത്തികേടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ ഒരു പ്രശ്നമൊന്നും ഇവിടെ വരൂല. നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ സെറ്റിംഗ്സ്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം. ഈ ഒരു ഭാഗത്തെ ബെഡ്റൂം ആണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. നല്ല ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബെഡ്റൂം ആണ് ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യനൊക്കെ വരുന്ന ഒരു റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. കോട്ടിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. നല്ലൊരു കളർ തീം അല്ലേ. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് വിസിബിൾ ആവുന്ന രീതിക്ക് ഗ്ലാസ് ഡോറും ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബാത്റൂമിനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ നേരെ കാണുന്ന ഭാഗത്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അല്ലേ.
നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമും ആദ്യം കണ്ട പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ നടുക്കായിട്ട് തന്നെ നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു റെഡിമെയ്ഡ് മിറർ വരുന്നുണ്ട്. ഇനി ഈ വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ലൊരു ടേബിളും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടേബിളും ഒരു ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് ചെയ്തൊരു വാർഡ്രോബ് ആണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു പ്രെയർ റൂം നോക്കാം. ഇവിടെ ഇതുപോലെ കർട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നല്ല പീസ്ഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കല്ലേ. കിച്ചൺ നമുക്ക് ഹാളിൽ നിന്ന് വിസിബിൾ ആവുന്ന രീതിക്ക് ഒരു കുഞ്ഞു മോഡേൺ കിച്ചൺ കൺസെപ്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോർ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സും അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൻഡോനോട് ചേർന്നിട്ട് ഇതുപോലെ നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഒക്കെ വേണ്ടേ, അതിനായിട്ട് ഇവിടെ കുഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതേപോലെ തന്നെ ഇവിടെ താഴെ വെറുതെ കളയാതെ അതും സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നല്ല പ്രകാശമൊക്കെ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇവിടെ കർട്ടൻ വരുന്നത്. ഈ ഒരു സിറ്റിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് തന്നെ ഇതുപോലെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ വരാതെ 3 യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിലും ഇതുപോലെ ഗ്ലാസ് ഡോർ ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കിച്ചന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പാനൽ കൊടുത്തിട്ടാണ് കേട്ടോ. അതിലായിട്ട് തന്നെ ഒരു സിലിണ്ടർ ലൈറ്റ്സ്, അതായത് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ടോപ്പിലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റാക്കിന്റെ ടോപ്പിലൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ 2 ഭാഗത്തായിട്ടും ഇതുപോലെ സിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഹൈ ചെയേഴ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ റാക്കിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. ടോപ്പിലായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ കാണാനായിട്ട്. താഴെയും മുകളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഷോക്കേസിംഗോ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെയും അല്ലാതെ ആണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാക്കിന്റെ താഴെയും ഓരോന്നിനും അതത് ക്യാബിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ കുഞ്ഞു ക്യാബിൻസ് കൊടുത്ത് കാണാറുണ്ട്. പകരം ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അനുസരിച്ചിട്ട് വലിയ വലിയ ക്യാബിനാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സിങ്കിനുള്ള സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഗ്യാസ് സ്റ്റവിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് വിൻഡോയും ഒപ്പം മുകളിലായിട്ട് കുഞ്ഞു പറഗോള ഗ്ലാസ് ഡിസൈനും കാണാം. ഇവിടെ ഈ ഒരു വശത്തായിട്ട് ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് കേട്ടോ. സ്റ്റോർ റൂം നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് നല്ലോണം പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജും അതേപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീനും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കിച്ചന്റെ ഒക്കെ കബോർഡിന്റെ മെറ്റീരിയൽ വരുന്നത് ഹൈ ക്വാളിറ്റി മൾട്ടിവുഡ് ആണ് കേട്ടോ. നമ്മുടെ കിച്ചന്റെ ഉള്ളിലായിട്ട് അടുപ്പ് വെക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തോട്ട് നല്ല സൗകര്യത്തിൽ നല്ലൊരു അടുപ്പ് തൊട്ടടുത്തായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിൽ നമ്മുടെ ഫ്ലോറിൽ കണ്ട സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഹാൻഡ് റെയിലോട്ട് വരികയാണെങ്കിൽ ഒരു വുഡൻ ബ്ലാക്ക് തീമിൽ ജിയായിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ടുള്ളത് ഒരു ഏകദേശം ഒരു 20,000 രൂപയാണ്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതിന് പകരം സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിംഗ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ നല്ലൊരു സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. താഴെ നമ്മുടെ ഫ്ലോറിൽ മാർബിൾ അല്ലേ കണ്ടത്. ഇവിടെ ഫ്ലോർ ചേഞ്ച് വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് ഏകദേശം 62 രൂപ വരുന്ന മാർബോണൈറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മുകളിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഡൈനിങ്ങിന്റെ ആ ഒരു ഏരിയ ഈ ഭാഗത്ത് എന്തിലായിട്ടും ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് നല്ലോണം അടുത്തുനിന്ന് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ വന്നിട്ടും അടിപൊളി തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നമ്മൾ താഴെ 2 ബെഡ്റൂം കണ്ടില്ലേ, അതേപോലെ തന്നെ ഒക്കെ ആണ് കേട്ടോ ഇവിടെയും സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു മിറർ യൂണിറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വാർഡ്രോബ് വരുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടിരുന്നില്ലേ, ആ ഒരു സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതൊന്ന് നോക്കാവേ. നമ്മൾ
ഇനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. നേരത്തെ കണ്ട 3 ബെഡ്റൂമിനെയും അപേക്ഷിച്ച് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കുഷ്യൻ വരുന്ന ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളി കുഷ്യനിൽ കവേർഡ് ആയിട്ടുള്ള നല്ലൊരു സീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് അതിന് മാച്ച് ആക്കിക്കൊണ്ട് തന്നെ ഇതുപോലെ ഒരു സെൻട്രൽ ടേബിളും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസ് വരുന്നത്. 2ാമത്തെ ബെഡ്റൂമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വാർഡ്രോബിന്റെ കളർ തീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഡോറും വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. അപ്പൊ ഫൈനലി നമ്മൾ ഇന്ന് നമ്മുടെ ബാൽക്കണിയിലോട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റ് ആയിട്ടുള്ള ഒരു ടൈല് വിരിച്ചിട്ടുണ്ട്. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം വരെയാണ് കേട്ടോ റൂഫ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ ടെറസ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ എൻഡിലായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തതുകൊണ്ട് നമ്മുടെ എക്സ്റ്റീരിയർ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാക്കുന്നുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഈവനിങ് ടൈമിലൊക്കെ നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് സംസാരിക്കാനും ചായ കുടിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓവറായിട്ട് ഇന്റീരിയറോ ഓവറായിട്ടുള്ള ഡിസൈനുകളോ കാര്യമൊന്നും ഇല്ലാതെ എന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണല്ലേ വരുന്നത്. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.